ഹലോ, എല്ലാവർക്കും നമസ്കാരം. 2024 PSC നടത്തിയ എക്സാമുകളിലെ 10th ലെവൽ LGS ലെവൽ എക്സാമുകളിലെ സയൻസ് ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, LGS എഴുതുന്നവർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ്, ജലത്തിലൂടെ പകരുന്ന ഒരു രോഗമാണ് ജലത്തിലൂടെ കോളറയാണ് ജലത്തിലൂടെ പകരുന്നത്. SCRTയിലുള്ളൊരു ടേബിളാണ്. വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? ജലദോഷം, ചിക്കൻ ബോക്സ്, മീസൽസ്, ക്ഷയം. ജലദോഷം, ചിക്കൻ ബോക്സ്, മീസൽസ്, ക്ഷയം. വെള്ളം, ആഹാരം എന്നിവയിലൂടെ പകരുന്നതാണ് എലിപ്പനി, ടൈഫോയിഡ്, കോളറ, മഞ്ഞപ്പിത്തം. ഏതൊക്കെയാണ്? എലിപ്പനി, ടൈഫോയിഡ്, കോളറ, മഞ്ഞപ്പിത്തം. ഈച്ച മുഖേന പരത്തുന്നതാണിത് കോളറ, വയറിളക്കം. കോളറ, വയറിളക്കം എന്നിവ ഈച്ച മുഖേന പകരുന്നതാണ്. കൊതുക് മുഖേന ഏതാണ്? മന്ത്, മലമ്പനി, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ. മന്ത്, മലമ്പനി, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ. സമ്പർക്ക മുഖേന പകരുന്ന രോഗമാണ് ചെങ്കണ്ണ്, കുഷ്ഠം. സമ്പർക്ക മുഖേന ചെങ്കണ്ണ്, കുഷ്ഠം. അടുത്തത്, പല്ലിലെ ഇനാമലിന് നാശമുണ്ടാക്കുന്ന ഏത് ആസിഡാണ് ബാക്ടീരിയ വായിൽ നിർമ്മിക്കുന്നത്? ഓപ്ഷൻ സി, ലാക്റ്റിക് ആസിഡ്. ലാക്റ്റിക് ആസിഡാണ് പല്ലിലെ ഇനാമലിന് നാശമുണ്ടാക്കുന്നത്. താഴെ പറയുന്നവയിൽ സാംക്രമിക രോഗമല്ലാത്തത് ഏത്? എന്താണ് സാംക്രമിക രോഗങ്ങൾ? ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് പല മാർഗങ്ങളിലൂടെ പകരുന്ന രോഗങ്ങളാണല്ലേ സാംക്രമിക രോഗങ്ങൾ. ഈ കൂട്ടത്തിൽ ടൈഫോയിഡ് പകരില്ലേ? ജലം വഴി ടൈഫോയിഡ് പകരും. അതുപോലെ മന്ത്, കൊതുക് വഴി പകർത്തുന്ന രോഗമാണ് മന്ത്. അതുപോലെ എയ്ഡ്സും പകരും അല്ലേ? ക്യാൻസർ പകരുന്ന രോഗമാണോ? അല്ല. അപ്പോൾ സാംക്രമിക രോഗമല്ലാത്തത് ക്യാൻസറാണ്. ഏതൊക്കെയാണ് പകരാത്ത രോഗങ്ങൾ? ജീവിതശൈലി രോഗങ്ങൾ പകരില്ലല്ലേ? ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരില്ല. അതുപോലെ പോഷക ഘടകങ്ങളുടെ അപര്യാപ്തത കൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾ. അതുപോലെ പകരാത്ത രോഗങ്ങളാണ് തൊഴിൽജന്യ രോഗങ്ങൾ, ജനിതകപരമായ രോഗങ്ങൾ. ഇതൊന്നും മറ്റൊരാളിലേക്ക് പകരില്ല. ഏതൊക്കെ പറഞ്ഞ പകരാത്ത രോഗങ്ങൾ? ജീവിതശൈലി രോഗങ്ങൾ, പോഷക ഘടകങ്ങളുടെ അപര്യാപ്തത കൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾ, തൊഴിൽജന്യ രോഗങ്ങൾ, ജനിതകപരമായ രോഗങ്ങൾ. ഇതൊന്നും മറ്റൊരാളിലേക്ക് പകരില്ല. അടുത്തത്, ECGയുടെ പൂർണ്ണരൂപം. ECGയുടെ പൂർണ്ണരൂപം ഇലക്ട്രോകാർഡിയോഗ്രാം. ഓപ്ഷൻ എ, ഇലക്ട്രോകാർഡിയോഗ്രാം. താഴെ പറയുന്നവയിൽ ശരിയായത് തിരഞ്ഞെടുക്കാനാണ്. ഓപ്ഷൻ സി, പാൻക്രിയാസ് ഒരു ദഹനഗ്രന്ഥിയും അന്തസ്രാവി ഗ്രന്ഥിയുമാണ്. പാൻക്രിയാസ് ഒരു ദഹനഗ്രന്ഥിയും അന്തസ്രാവി ഗ്രന്ഥിയുമാണ്. എന്താണ് പാൻക്രിയാസ്? പാൻക്രിയാസിൻ്റെ ധർമ്മം എന്താണ്? ഊർജോൽപാദനത്തിനായി ഗ്ലൂക്കോസ് തന്മാത്രകളെ കോശത്തിലെത്തിക്കുന്ന പ്രവർത്തനമാണ് പാൻക്രിയാസ് നിർവഹിക്കുന്നത്. ഈ യെല്ലോ കളറിൽ കാണുന്നതാണ് പാൻക്രിയാസ്. ആമാശയത്തിൻ്റെ തുടർച്ചയായ പക്വാശയത്തിലേക്ക് ബന്ധിക്കപ്പെട്ട ഗ്രന്ഥിയാണ് പാൻക്രിയാസ്. പാൻക്രിയാസിലെ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്ന കോശ സമൂഹത്തിലെ ബീറ്റ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ഇൻസുലിൻ. ബീറ്റ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ഇൻസുലിൻ. ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിലെ ആൽഫ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതാണ് ഗ്ലൂക്കഗോൺ. ആൽഫ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഗ്ലൂക്കഗോൺ. ഇൻസുലിൻ്റെയും ഗ്ലൂക്കഗോണിൻ്റെയും പ്രവർത്തനമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇൻസുലിൻ ഗ്ലൂക്കോസിനെ കോശങ്ങളിലേക്ക് പ്രവേശിപ്പിക്കുന്നു. കരളിലും പേശികളിലും വെച്ച് ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആക്കി മാറ്റുന്നു. നേരെ ഓപ്പോസിറ്റ് പ്രവർത്തനമാണ് ഗ്ലൂക്കഗോൺ. എന്താണ് ചെയ്യുന്നത്? കരളിൽ സംഭരിച്ചിരിക്കുന്ന ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നു. അമിനോ ആസിഡുകളിൽ നിന്ന് ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നു. രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ നോർമൽ ലെവൽ 70 മുതൽ 110 mg/100 ml ആണ്. അളവിൽ കൂടിക്കഴിഞ്ഞാൽ ഗ്ലൂക്കഗോണിൻ്റെ ഉൽപ്പാദനം എന്താ ചെയ്യുക? കുറയുന്നു. ഗ്ലൂക്കഗോണിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ വീണ്ടും ഗ്ലൂക്കോസ് കൂടുകയാണ് ചെയ്യുക. ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടിക്കഴിയുമ്പോൾ ഗ്ലൂക്കഗോണിൻ്റെ അളവ് കുറയുകയാണ് ചെയ്യേണ്ടത്. അതുപോലെ ഗ്ലൂക്കോസ് കൂടുമ്പോൾ ഇൻസുലിൻ്റെ ഉൽപ്പാദനം കൂടുകയാണ് ചെയ്യുക. ഇനി സാധാരണ ലെവലിൽ നിന്നും ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയുകയാണെങ്കിൽ ഗ്ലൂക്കഗോണിൻ്റെ ഉൽപ്പാദനം കൂടുന്നു, ഇൻസുലിൻ്റെ ഉൽപ്പാദനം കുറയുന്നു. ഇൻസുലിനും ഗ്ലൂക്കഗോണും ചേർന്നുള്ള പ്രവർത്തനമാണ് രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് സ്ഥിരമായി നിലനിർത്തുന്നത്. മൂത്രത്തിൽ ഗ്ലൂക്കോസിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാനുള്ള ടെസ്റ്റാണ് ബെനഡിക്ട് ടെസ്റ്റ്. രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുന്നതാണല്ലോ പ്രമേഹം. അത് 2 ടൈപ്പ് ഉണ്ട്, ടൈപ്പ് 1, ടൈപ്പ് 2. ടൈപ്പ് 1 എന്താണ്? ഇൻസുലിൻ ഉൽപ്പാദനത്തിൽ ഉണ്ടാകുന്ന തകരാറാണ് ടൈപ്പ് 1 പ്രമേഹത്തിന് കാരണം. ടൈപ്പ് 2 ലക്ഷ്യകോശങ്ങൾക്ക് ഇൻസുലിന് ഉപയോഗിക്കാൻ കഴിയാത്തതാണ് ടൈപ്പ് 2 പ്രമേഹത്തിന് കാരണം. പൊണ്ണത്തടിയും ജീൻ തകരാറും ടൈപ്പ് 2 രോഗത്തിന് കാരണമാണ്.
വ്യായാമവും ആഹാര നിയന്ത്രണവും ആവശ്യമെങ്കിൽ മരുന്നുകളുടെ ഉപയോഗവും മൂലം ടൈപ്പ് 2 രോഗം നിയന്ത്രിക്കാം. ലോക പ്രമേഹ ദിനം എന്നാണ് നവംബർ 14. നീലവൃത്തമാണ് ഇതിൻ്റെ ലോഗോ. ഓർത്തിരിക്കുക, പ്രമേഹ ദിനത്തിൻ്റെ ലോഗോ നീലവൃത്തം. ഏത് ചെടിയുടെ കറയിൽ നിന്നാണ് ഒപ്പിയം വേർതിരിച്ചെടുക്കുന്നത്? ഓപ്ഷൻ സി, പോപ്പിച്ചെടി. പുകവലിയിലൂടെ ഉണ്ടാകുന്ന രോഗം? ഓപ്ഷൻ ബി, എംഫിസീമ. എംഫിസീമയാണ് പുകവലിയിലൂടെ ഉണ്ടാകുന്ന രോഗം. പുകവലി മൂലം വിവിധ അവയവങ്ങളെ ബാധിക്കുന്ന രോഗങ്ങളാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, പക്ഷാഘാതം, നിക്കോട്ടിനോട് വിധേയത്വം. പുകവലി മൂലം തലച്ചോറിനെ ബാധിക്കുന്ന രോഗങ്ങളാണ് പക്ഷാഘാതം, നിക്കോട്ടിനോട് വിധേയത്വം. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. തലച്ചോറിനെ ബാധിക്കുന്നതാണ് പക്ഷാഘാതം, നിക്കോട്ടിനോട് വിധേയത്വം. ശ്വാസകോശത്തെ ബാധിക്കുന്നതാണ് ശ്വാസകോശ ക്യാൻസർ, ബ്രോങ്കൈറ്റിസ്, എംഫിസീമ. ശ്വാസകോശ ക്യാൻസർ, ബ്രോങ്കൈറ്റിസ്, എംഫിസീമ. അതുപോലെ പുകവലി ഹൃദയത്തെ ബാധിക്കുന്നതാണ് ഉയർന്ന രക്തസമ്മർദ്ദം, ധമനികളുടെ ഇലാസ്തികത നഷ്ടപ്പെടൽ, പ്രവർത്തനക്ഷമത കുറയൽ. ഹൃദയത്തിനെ എങ്ങനെയാണ് ബാധിക്കുന്നത്? ഉയർന്ന രക്തസമ്മർദ്ദം, ധമനികളുടെ ഇലാസ്തികത നഷ്ടപ്പെടുന്നു, പ്രവർത്തനക്ഷമത കുറയുന്നു. ഇവിടെ ശരിയായ ജോഡി തിരഞ്ഞെടുക്കാനാണ്. ജീവകം എ ഏതാ വരിക? നിശാന്തത. ജീവകം ബി, ബെറിബറി. ജീവകം സി, സ്കർവി. ജീവകം ഡി, റിക്കറ്റ്സ്. ശരീരത്തിലെ രോഗപ്രതിരോധ സംവിധാനം ഒരുക്കുന്ന രക്തകോശങ്ങൾ ഏതാണ്? ഓപ്ഷൻ ബി, ശ്വേതരക്താണുക്കൾ. ശരീരത്തിലെ രോഗപ്രതിരോധ സംവിധാനം ഒരുക്കുന്ന രക്തകോശങ്ങളാണ് ശ്വേതരക്താണുക്കൾ. അരുണരക്താണുക്കൾ എന്താ ചെയ്യുന്നത്? ലങ്സിൽ നിന്ന് ഓക്സിജനെ വഹിച്ച് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്നു. അല്ലേ? ഓക്സിജനെ ക്യാരി ചെയ്യാണ് RBCയുടെ മെയിൻ ധർമ്മം. അരുണരക്താണുക്കൾക്ക് ചുവപ്പ് നിറം നൽകുന്നത് അരുണരക്താണുക്കളിലുള്ള ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന അയണാണ്. അരുണരക്താണുക്കളുടെ ആയുസ് 120 ദിവസം. പ്ലേറ്റ്ലെറ്റുകൾ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്നു. അതുപോലെ ഫൈബ്രിനോജൻ ഒരു ക്ലോട്ടിംഗ് ഫാക്ടറാണ് അല്ലേ? ഓക്കെ. ശ്വേതരക്താണുക്കൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഉണ്ട്. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, SCRTയിലുള്ളൊരു ടേബിളാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ന്യൂട്രോഫിൽ, ബേസോഫിൽ, ഈസിനോഫിൽ, മോണോസൈറ്റ്, ലിംഫോസൈറ്റ്. ഇതൊക്കെയാണ് ശ്വേതരക്താണുക്കൾ വരുന്നത്. ഏതൊക്കെയാണ്? ന്യൂട്രോഫിൽ, ബേസോഫിൽ, ഈസിനോഫിൽ, മോണോസൈറ്റ്, ലിംഫോസൈറ്റ്. ന്യൂട്രോഫിൽ എന്താ ചെയ്യുന്നത്? ബാക്ടീരിയയെ വിഴുങ്ങി നശിപ്പിക്കുന്നു. എങ്ങനെ നശിപ്പിക്കുന്നത്? വിഴുങ്ങി നശിപ്പിക്കുന്നു. ബാക്ടീരിയയെ നശിപ്പിക്കുന്ന രാസവസ്തുക്കൾ നിർമ്മിക്കുകയും ചെയ്യുന്നു. ന്യൂട്രോഫിലെ ബാക്ടീരിയയെ വിഴുങ്ങി നശിപ്പിക്കുകയും ചെയ്യുന്നു, ബാക്ടീരിയയെ നശിപ്പിക്കുന്ന രാസവസ്തുക്കൾ നിർമ്മിക്കുകയും ചെയ്യുന്നു. അതുപോലെ ബേസോഫിലിൻ്റെ ഫംഗ്ഷൻ എന്താണ്? മറ്റു ശ്വേതരക്താണുക്കളെ ഉത്തേജിപ്പിക്കുന്നു, രക്തക്കുഴലുകൾ വികസിപ്പിക്കുന്നു. എന്താണ് ബേസോഫിൽ ചെയ്യുന്നത്? മറ്റു ശ്വേതരക്താണുക്കളെ ഉത്തേജിപ്പിക്കുന്നു, രക്തക്കുഴലുകൾ വികസിപ്പിക്കുന്നു. എന്താണ് ഈസിനോഫിൽ ചെയ്യുന്നത്? അന്യവസ്തുക്കളെ നശിപ്പിക്കുന്ന രാസവസ്തുക്കൾ ഉണ്ടാക്കുന്നു, വീങ്ങൽ പ്രതികരണത്തിനാവശ്യമായ രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കും. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, പഠിച്ചിരിക്കുക. ഈസിനോഫിൽ എന്താ ചെയ്യുന്നത്? അന്യവസ്തുക്കളെ നശിപ്പിക്കുന്ന രാസവസ്തുക്കൾ ഉണ്ടാക്കുന്നു, വീങ്ങൽ പ്രതികരണത്തിനാവശ്യമായ രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നു. മോണോസൈറ്റ് എന്താ ചെയ്യുന്നത്? രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്നു. മോണോസൈറ്റ് രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്നു. ലിംഫോസൈറ്റോ? രോഗാണുക്കളെ പ്രത്യേകം തിരിച്ചറിഞ്ഞ് നശിപ്പിക്കുന്നു. ലിംഫോസൈറ്റ് രോഗാണുക്കളെ പ്രത്യേകം തിരിച്ചറിഞ്ഞ് നശിപ്പിക്കുന്നു. രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്നത് ഏതൊക്കെയാണ്? മോണോസൈറ്റും ന്യൂട്രോഫിലും. വീങ്ങൽ പ്രതികരണത്തിന് ആവശ്യമായ രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഏതാ? ഈസിനോഫിൽ.